ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും ഹെജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കളിക്കാം ചിരിക്കാം എന്നതിലെ പാഠമാണ് കേട്ടോ. കളിമേളം എന്നുള്ള ഒരു കഥയാണ്. ഈ കഥയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, കളി കഥയിലേക്ക് പകർന്നേറുകയാണ് ഇവിടെ. നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് കളി പരന്നെത്തുന്നു. കാട്ടിലെ കായികോത്സവം. മൊബൈൽ ഫോണുമായി നാട് ചുറ്റാൻ ഇറങ്ങിയതായിരുന്നു വ്ളോഗർ കുഞ്ഞരിപ്രാവ്. കാടരിക് LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടു. ഇതെന്ത് കളി? അവൾ അങ്ങോട്ട് പറന്നു. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിന്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു. അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ചകൾ മുഴുവൻ ഒപ്പിയെടുക്കാം. ഓട്ടമത്സരം, കസേരകളി, ചാക്കുചാട്ടം, നാരങ്ങാ സ്പൂൺ, ലോങ് ജമ്പ്, മൊത്തത്തിൽ കളിമേളം തന്നെ. കുഞ്ഞരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി. ഓട്ടമത്സരത്തിന്റെ ലൈവ് വീഡിയോ യൂട്യൂബിലിടുകയും ചെയ്തു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു. എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്ത് കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ. കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല. ലോറ എന്ന പെൺസിംഹത്തിനാണ് കാടിന്റെ ഭരണ ചുമതല. കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ മറികടന്നാണ് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ നേതാവിന്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം. അതുകൊണ്ട് സകലരും സമയത്തെത്തും. എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും. ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി. നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം. കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു. അതെന്താ? സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു. ഡിങ്കു, ഇടയ്ക്ക് കയറി കളിക്കല്ലേ, അവൾ മുഴുവൻ പറയട്ടെ. ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു. കാട്ടിൽ എല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി. ഓ, ഇന്ന് ഉച്ചയ്ക്ക് നീ ഇട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതേപോലെ ഒന്ന് അല്ലേ? മൂളൻ തേനീച്ച ചോദിച്ചു. മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കായിക മന്ത്രി തിരക്കുകൂട്ടി. ഓട്ടം, ചാട്ടം, വടംവലി, മരം കയറ്റം, ഊഞ്ഞാലാട്ടം, മുങ്ങാങ്കുഴി, റിലേ, ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു. എന്നാൽ നാളെ തന്നെ നടത്താം. കീരൻ കരടി ഉത്സാഹത്തിലായി. ഒരുക്കങ്ങൾക്കും മറ്റും സമയം വേണം കീര, അല്ലെങ്കിൽ കളി കുളമാവും. ലോറ കീരന്റെ ധൃതിക്ക് തടയിട്ടു. എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ. അതുവരെ കളത്തിനു പുറത്തു നിന്ന കേളുകുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു. ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു. കേളുവിന്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചു. കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും. ഏതാനും അംഗങ്ങളെ കൂടി ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുൻപ് പേര് തരണം, കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു. നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ. എന്നാൽ 90-ാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം, ചിന്നുമുയൽ കൂട്ടിച്ചേർത്തു. കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിനുള്ള പരിശീലനം തകൃതിയായി നടന്നു. കാടാകെ കളിക്കളമായി. വനദർശൻ ചാനലിന്റെ ക്യാമറാമാൻ ചെമ്പനന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്തു. കായികോത്സവ ദിനമായി. പുലരും മുൻപ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി. റണ്ണൻ ചീറ്റപ്പുലി മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ ആരംഭിച്ചു. അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും വ്ളോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി. അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു. മൈതാനത്തിന്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ടമത്സരത്തിന് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. വടക്കേ മൂലയിൽ പുള്ളിമാൻ ലോങ് ജമ്പിന് തുടക്കമിട്ടു. കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു. എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആവേശം മൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കളത്തിലിറങ്ങി. അതോടെ കളി കാര്യമാവുകയും ചെയ്തു. അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സമയോചിതമായി ഇടപെട്ടു. അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. വിജയികളെ അപ്പപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു. മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു. ക്യാമറകൾ തുരുതുരാ മിന്നി. ജേതാക്കൾ സന്തോഷ കണ്ണീരണിഞ്ഞു. പൊരുതി തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു. വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകാർ തമ്മിൽ ഉഗ്രൻ വടംവലി നടന്നു. ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ ഗുസ്തി പിടിച്ചു. ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി. പഞ്ചഗുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു. എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല. മേള തീർന്നു പോകരുത് എന്ന് ഓരോരുത്തരും കൊതിച്ചു. കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു.
എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിനു പുറമെ കായികോത്സവവും നടത്തും. പ്രായമായവർക്കും ശാരീരിക പരിമിതികളുള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും. ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത്. മനസ്സിലായല്ലോ മക്കളെ? കഥ ഇത്രയുള്ളൂ. കഥ കാട്ടിൽ നടക്കുന്ന ഒരു കായികോത്സവം, അതിനെക്കുറിച്ചാണ് കഥയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 1. കായികോത്സവം അവസാനിച്ചു എന്നതിനു പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത്. ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട്? കണ്ടെത്തി പറയൂ. നോക്കൂ, ഒരുപാട് പ്രയോഗങ്ങളുണ്ട് കഥയിൽ. ഞാനിവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഹർഷാരവങ്ങളോടെ, കൂട്ടപ്പൊരിച്ചിൽ, തകൃതിയായി, ഇഞ്ചോടിഞ്ച് പോരാട്ടം, കളി കാര്യമാവുക, ഫോട്ടോ ഫിനിഷിൽ എന്ന പോലെ, നാട് ചുറ്റാനിറങ്ങി, ഒപ്പിയെടുക്കാം, ഗോൾ അടിച്ചു, കളി പഠിപ്പിക്കും, വടംവലി നടന്നു. അതായത് നമ്മുടെ സാധാരണ വടംവലി അല്ല കേട്ടോ, മത്സരം നടന്നു എന്നുള്ളതാണ്. ഗുസ്തി പിടിച്ചു, ഇവിടെയും അത് തന്നെ മത്സരം നടന്നു എന്നുള്ള, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി എന്നുള്ള രീതിക്കുള്ള ഒരു രീതിയിലാണ് ഗുസ്തി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു കൈ നോക്കി, വിജയപീഠത്തിൽ കയറ്റി നിർത്തി. ചോദ്യം 2. കാട്ടുകായികമേളയിലെ ഇഷ്ടപ്പെട്ട ഒരിനം തിരഞ്ഞെടുത്ത് TV ചാനലിനു വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. നമസ്കാരം. കാട്ടിലെ കായികോത്സവം അവസാനിച്ചു. ആവേശകരമായ നിമിഷങ്ങൾ സമ്മാനിച്ച മേളയിൽ നിരവധി മൃഗങ്ങൾ പങ്കെടുത്തു. പഞ്ചഗുസ്തി, ഓട്ടം, ചാട്ടം, റിലേ തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം നടന്നു. വിജയികൾക്ക് മെഡലുകളും പൂമാലകളും നൽകി. പൊരുതി തോറ്റവർ പുഞ്ചിരിയോടെ മടങ്ങി. അടുത്ത വർഷവും കായികോത്സവം നടത്തുമെന്ന് ലോറ അറിയിച്ചു. ചോദ്യം 3. കാട്ടിലെ കായികോത്സവത്തിന്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതൂ. പല രീതിക്ക് തലക്കെട്ടുകൾ വരാം. എങ്ങനെയൊക്കെയാണെന്ന് ഏകദേശം നമുക്ക് കുറച്ച് നോക്കാം. കാട്ടിലെ കായികമേള, ആവേശത്തിരയിൽ മൃഗങ്ങൾ. ലോറയുടെ പ്രഖ്യാപനം, കായികോത്സവം എല്ലാ വർഷവും. കാട്ടുകായികമേള അവസാനിച്ചു, വിജയികൾക്ക് മെഡൽ. പഞ്ചഗുസ്തിയിൽ ലോറയ്ക്ക് വെങ്കലം, നിരാശയില്ല. അച്ചുകടുവയാണ് താരം, അച്ചടക്ക കൺവീനർക്ക് പ്രത്യേക മെഡൽ. ഇതൊക്കെ നമുക്ക് തലക്കെട്ടുകളായി, വാർത്തകൾ എഴുതാൻ പറഞ്ഞിട്ടില്ല, എന്നാലും ഇതൊക്കെ വാർത്തകളാവുന്ന രൂപത്തിലുള്ള തലക്കെട്ടുകളായി നമുക്ക് കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠഭാഗത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ചെറിയ ചാപ്റ്ററാണ്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്